ഹലോ ഗൈസ്, ആക്ച്വൽ വീഡിയോ തുടങ്ങുന്നത് എവിടെയായിരിക്കും? ഓക്കെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് പേർക്ക് ചോദിച്ചാലും എന്താ വീഡിയോ ഇടാത്തതെന്ന്. സംഭവം എനിക്ക് എക്സാം ജൂലൈ 13 കഴിയുക. അതുവരെ ഇച്ചിരി സ്റ്റഡി ലീവും എക്സാമും അങ്ങനെ ആയിട്ട് പോകുന്നതാണ്. സോ എൻ്റെ ഒരു എക്സാം കഴിഞ്ഞു, ഇനി 7 എക്സാംസ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളാരും ഓൾ ദ ബെസ്റ്റ് ഓർ ബെസ്റ്റ് ഓഫ് ലക്ക് അങ്ങനെയൊന്നും പറയരുത്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇതൊന്നും കേൾക്കാതെ പോയി എഴുതിയിട്ട് ഞാൻ പാസ്സായി. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കുറ്റം പറയുള്ളൂ. അതുകൊണ്ട് ആരും ഓൾ ദ ബെസ്റ്റും ബെസ്റ്റ് ഓഫ് ലക്ക് ഒന്നും പറയരുത്. ഓക്കെ, എനിക്ക് എക്സാമുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കഥ നമുക്കറിയാം. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ട്രൂ ലവിൻ്റെ കിസ് കിട്ടിയിട്ട് തിരിച്ച് ലൈഫിലേക്ക് വരികയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി. അങ്ങനത്തെ സ്റ്റോറിയാണ് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു ഡാർക്കായിട്ടുള്ള ഒറിജിൻ ഉണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആ കഥ പറയുന്നതിന് മുൻപ് നമ്മൾ പണ്ട് കേട്ട് മറന്നുപോയ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. നമുക്കതൊന്ന് പൊടി തട്ടിയിട്ട് തലയിലൊന്ന് റിഫ്രഷ് ആക്കി വയ്ക്കാം. എന്നാലല്ലേ ഒറിജിനൽ സ്റ്റോറി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒന്ന് കണക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാട്ടിലെ ദുർമന്ത്രവാദിനിക്ക് ദേഷ്യം വരും. എന്തിന് ദേഷ്യം വരും? ഒരു പ്രിൻസസ് ജനിക്കുമ്പോൾ ഈ വിച്ചിനെ അവർ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ ദേഷ്യം. അപ്പോൾ ഈ ന്യൂ ബോൺ ബേബിയായ അറോറ പ്രിൻസസിനെ ഈ വിച്ച് ശപിക്കും. എന്തെന്ന് 16-ാം വയസ്സിൽ ആളുടെ കയ്യിൽ നീഡിലോ അതോ മറ്റേ ആ തുണി തയ്ക്കുന്ന പണ്ടത്തെ വീലിൻ്റെ സ്പ്ലിൻറ്ററോ കയറിയിട്ട് ആ കുട്ടി മരിക്കുമെന്ന് ശപിക്കുകയാണ്. അപ്പോൾ വേറൊരു നല്ല ഫെയറി ആ ശാപത്തിൻ്റെ കടുപ്പം ഒന്ന് കുറച്ച് കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 16-ാം വയസ്സിൽ ഈ സംഭവം കുത്തി കയറിയിട്ട് ആൾ മരിക്കുന്നതിന് പകരം ബോധമില്ലാതെ ഒരു ലോങ് സ്ലീപ്പ് അങ്ങനെ ആക്കി കൊടുക്കും. പക്ഷെ രാജാവ് തൻ്റെ മകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ നാട്ടിലെ എല്ലാ സ്പിന്നിങ് വീലും കത്തിച്ച് നശിപ്പിക്കും. എന്നിട്ട് ഒരു സേഫായ കോട്ടേജിലേക്ക് അവളുടെ താമസം മാറ്റും. ആ കോട്ടേജിൽ മറ്റ് ഫെയറീസിൻ്റെ കൂടെയാണ് അറോറ താമസിച്ചത്. അങ്ങനെ അറോറയ്ക്ക് 16 വയസ്സായി. അങ്ങനെ ഈ കാട്ടിലെ ജീവികളുടെ കൂടെയൊക്കെ കാട്ടിലിങ്ങനെ ചുറ്റി നടക്കുമ്പോഴാണ് അറോറ ഈ പ്രിൻസിനെ കണ്ട് ഇവർ രണ്ടുപേരും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫോൾ ഇൻ ലവ് ആവുന്നത്. അങ്ങനെ അറോറയെ ഈ കാസിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. കാരണം പ്രിൻസസ് ആവണമല്ലോ, അതിൻ്റെ എന്തോ കാരണത്തിന് തിരിച്ച് കാസിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ ഇവർ അറോറനെ ശ്രദ്ധിക്കാതെ വിടും. അങ്ങനെ ഈ കാസിലെ ആൾക്കാരുടെ ശ്രദ്ധ മാറുന്ന സമയത്ത് ഈ ഈവിൾ മെലഫിസെൻ്റ് ആണല്ലോ കേഴ്സ് ചെയ്തത്. ആ പുള്ളി അവിടെ ഒരു സ്പിന്നിങ് വീല് കൊണ്ടുവയ്ക്കുകയും അതിലേക്ക് അവൾ ടച്ച് ചെയ്യാൻ ട്രിക്ക് ചെയ്യുകയും അങ്ങനെ അവളുടെ കയ്യിൽ അത് കുത്തി കയറുമ്പോൾ അവൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. അറോറയെ കുറിച്ച് അറിഞ്ഞ ഫിലിപ്പ് പ്രിൻസ് ഇവളെ സേവ് ചെയ്യാൻ വരും. ഫെയറീസിന്റെ സഹായത്തോടെ ഇവൻ ആ മറ്റേ ഫയർ ബ്രീതിങ് ഡ്രാഗനെയും മലഫിസെന്റിനെയും എല്ലാം കൊന്നിട്ട് അറോറയെ കിസ് ചെയ്യുകയും അവൾ കേഴ്സിൽ നിന്ന് രക്ഷപ്പെടുകയും ഇവർ ഹാപ്പിലി എവർ ആഫ്റ്ററായി ജീവിക്കുകയും ചെയ്തു. അതാണ് കഥ. ഇനി റിയൽ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ഒരു ശാപത്തിന് പകരം അവിടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാർ പറയും അറോറ ഒരു ഗ്രേറ്റ് ഡേഞ്ചറിലേക്ക് പോകും അവളുടെ കയ്യിൽ ഒരു സ്പ്ലിൻറ്റർ കയറി കഴിയുമ്പോൾ. ഒരു ഫ്ലാക്സിൻ്റെ നാര് സ്പ്ലിൻറ്റർ എന്ന് പറയുന്ന സംഭവം അവളുടെ കയ്യിൽ തെറിച്ച് അവളൊരു വലിയ ഡേഞ്ചറിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ നാച്ചുറലി അവളുടെ അച്ഛൻ ഇതെല്ലാം ആ ടൗണിൽ നിന്ന് ഒഴിവാക്കി. വർഷങ്ങൾക്ക് ശേഷം സ്ലീപ്പിംഗ് ബ്യൂട്ടി കൊട്ടാരത്തിന്റെ പുറത്ത് ഈ ഫ്ലാക്സ് വെച്ചിട്ട് ഒരു ലേഡി എന്തോ ചെയ്യുന്നത് കണ്ടു. ഒരു ടൂളൊക്കെ വെച്ചിട്ട് നമ്മളെ ഫ്ലാക്സ് സ്പിൻ ചെയ്യുന്ന എന്തോ ഒരു ടൂളാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അറോറയ്ക്ക് ക്യൂരിയസ് ആവും. കാരണം ഇങ്ങനെ ഒരു സംഭവം അവളുടെ ലൈഫിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സാധനം അവൾക്കൊരു ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ലേഡീനെ അവൾ കാസിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ആ സംഭവം അവൾ ടച്ച് ചെയ്യുമ്പോൾ ഫ്ലാക്സിൻ്റെ ഒരു സ്പ്ലിൻറ്റർ അവളുടെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറും. ആ സ്പോട്ടിൽ അവളുടെ ബോധം പോകും. അങ്ങനെ മകൾ മരിച്ചു എന്ന് വിശ്വസിച്ച രാജാവ് അവളുടെ റൂം തന്നെ അവൾക്ക് ഒരു കല്ലറയാക്കി മാറ്റും. അവളെ ഒരു ബെഡിൽ കിടത്തി ആ റൂം ഒരു കല്ലറയാക്കി വെച്ചേക്കും. പിന്നെ ആ കാസിൽ അവൾക്കായി അവിടെ വെച്ചിട്ട് അവർ മൂവ് ചെയ്യാണ്. അപ്പോൾ ആ കാസിലിൽ സ്ലീപ്പിംഗ് ബ്യൂട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ ഒരു രാജാവ് കാട്ടിലൂടെ പോകുമ്പോൾ ഈ കൊട്ടാരം കാണാണ്. അങ്ങനെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ബ്യൂട്ടി കണ്ട ആ രാജാവ് അവളെ എഴുന്നേൽപ്പിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ എന്ത് ചെയ്താലും അവൾ എഴുന്നേൽക്കുന്നില്ല. സ്ലീപ്പിംഗ് ബ്യൂട്ടി മരിച്ചിട്ടില്ല എന്ന് അയാൾക്കറിയാം. അയാൾ എത്ര എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ടും സ്ലീപ്പിംഗ് ബ്യൂട്ടി എഴുന്നേൽക്കാത്തത് കൊണ്ട് അയാൾ അവളെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ ചെയ്യുകയാണ്. അങ്ങനെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയെ വയലേറ്റ് ചെയ്ത അയാൾ അവിടെ വിട്ട് ആളുടെ സ്വന്തം രാജ്യത്തേക്ക് പോകും. പക്ഷേ സ്ലീപ്പിംഗ് ബ്യൂട്ടി ആ ടൈമിൽ
ട്വിൻസ് ആയിട്ട് പ്രഗ്നൻ്റ് ആവും. 9 മാസത്തിന് ശേഷം അൺകോൺഷ്യസ് ആയി കിടക്കുന്ന സ്ലീപ്പിംഗ് ബ്യൂട്ടി ഈ കുട്ടികളെ പ്രസവിക്കുകയാണ്. അവളെ പ്രസവിക്കാനായിട്ട് അവിടുത്തെ ഫെയറീസ് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബേബീസിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രിൻസസിന്റെ അടുത്ത് ആ ബേബീസിനെ കെടുത്തിയിട്ടാണ് പോയത്. പക്ഷെ ഒരു കുഞ്ഞ് നീങ്ങി നിരങ്ങി പ്രിൻസസിന്റെ ഫിംഗർ സക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവളുടെ കയ്യിൽ പെട്ടിരുന്ന സ്പ്ലിന്റർ പുറത്തേക്ക് വരികയും സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ബോധം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെ രക്ഷിച്ചതാണ് ഈ കുട്ടികൾ എന്ന രീതിക്കാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ആ കുട്ടികളെ കാണുന്നുള്ളൂ. സ്വന്തം ബേബിയാണെന്ന് സ്ലീപ്പിംഗ് ബ്യൂട്ടിക്ക് ഇതുവരെ അറിയില്ല. അങ്ങനെ ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ സ്ലീപ്പിംഗ് ബ്യൂട്ടി തീരുമാനിച്ചു. കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നേരത്തെ ടാലിയ എന്നാണ് ഈ കഥയിലെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പേര്. അങ്ങനെ ടാലിയയെ പ്രസവിക്കാനൊക്കെ സഹായിച്ച ആ ഫെയറീസ് ഉണ്ടല്ലോ, അവരെല്ലാം കൂടിയിട്ടാണ് ടാലിയയ്ക്ക് വീട്ടിൽ ഫുഡ് എത്തിക്കുന്നതും കുട്ടികളെ റേസ് ചെയ്യാൻ സഹായിക്കുന്നതും അല്ല. അങ്ങനെ ടാലിയനെ പ്രഗ്നൻ്റ് ആക്കിയ ആ രാജാവ് ടാലിയനെ കുറിച്ച് പെട്ടെന്ന് ഓർക്കും. എന്നിട്ട് ടാലിയനെ കാണാൻ വേണ്ടി തിരിച്ചു വരും. അവിടെ എത്തിയ രാജാവ് കാണുന്നത് 2 ട്വിൻ ബേബീസിനെയും പിടിച്ച് ബോധമുള്ള ടാലിയയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ പുള്ളിക്ക് സന്തോഷം. എന്നിട്ട് ഇവൻ പറയും ഈ 2 ബേബീസും എൻ്റെയാണ്, ഇങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ കാര്യങ്ങളൊക്കെ ടാലിയയുടെ അടുത്ത് പറയും. എന്നിട്ട് കുറച്ച് നാൾ ഇവരുടെ കൂടെ അവൻ നാണമില്ലാതെ താമസിക്കും. അങ്ങനെ കുറച്ച് നാൾ ഈ രാജാവ് അവരുടെ കൂടെ താമസിക്കും. ആ ടൈമിൽ തന്നെ ഇവർ 4 പേരും ക്ലോസ് ആവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ രാജാവിന് തിരിച്ചു പോകേണ്ട ഒരു ദിവസം വന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രാജാവിന് ഈ 3 പേരും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സൺ, മൂൺ ആൻഡ് ടാലിയ. സണ്ണും മൂണും കുട്ടികളുടെ പേരാണ്. സൺ, മൂൺ ആൻഡ് ടാലിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഈ രാജാവ് ഓൾറെഡി മാരീഡും കൂടിയാണ്. അപ്പോൾ ഇയാൾ തിരിച്ച് ആളുടെ കിങ്ഡത്തിലേക്ക് പോകുമ്പോൾ ആളുടെ ഭാര്യ നോട്ടീസ് ചെയ്യുന്നത് ഇയാൾ എന്തിട്ട് ഈ സൺ, മൂൺ, ടാലിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് ആ രാജാവിൻ്റെ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തും എന്താ സംഭവം എന്ന് മര്യാദയ്ക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ രാജാവിൻ്റെ ഭാര്യ ടാലിയയ്ക്ക് ഒരു ഫേക്ക് ലെറ്റർ എഴുതാണ്. രാജാവിൻ്റെ നാണെന്നുള്ള രീതിക്ക് ഒരു ഫേക്ക് ലെറ്റർ എഴുതാണ്. ലെറ്ററിൽ എഴുതിയിരുന്നത് കുട്ടികളെ തനിക്ക് മിസ്സാകുന്നു എന്നും ആ കുട്ടികളെ അങ്ങോട്ട് അയക്കണമെന്നും. അങ്ങനെ കുട്ടികൾ അവിടെ എത്തി. അപ്പോൾ ഈ രാജാവിൻ്റെ ഭാര്യ കുക്കിനോട് പറയും ഈ കുട്ടികളെ ഫുഡ് ഉണ്ടാക്കിയിട്ട് രാജാവിന് സെർവ് ചെയ്യാൻ. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ആ കുക്ക് സൈക്കോപാത്ത് അല്ലാത്തത് കൊണ്ട് ആ കുട്ടികളെ സേഫായി തിരിച്ചയച്ച് പകരം ന്യൂബോൺ ആയിട്ടുള്ള 2 ആടിനെയാണ് ഫുഡാക്കി രാജാവിന് കൊടുക്കുക. അപ്പോൾ ഈ രാജാവ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാര്യ അവിടെ നിന്ന് ടോണ്ട് ചെയ്യും. ക്രീപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടോണ്ട് ചെയ്യും. അപ്പോൾ ഈ രാജാവിന് ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നും. അപ്പോൾ രാജാവ് കുറച്ച് നാൾ മാറി നിൽക്കാമെന്ന് വിചാരിക്കും. ഇത്രയും ചെയ്തിട്ട് മതിയാവാത്ത ആ രാജാവിൻ്റെ ഭാര്യ വീണ്ടും ഒരു ലെറ്റർ എഴുതും. ടാലിയ ഇനിയും മിസ്സാകുന്നു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ടാലിയ അവിടെ എത്തും. ആ ക്വീനിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടാലിയനെ ജീവനോടെ കത്തിച്ചു കളയുക എന്നതായിരുന്നു. ആ ക്വീൻ ടാലിയയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ആർ യു ദ ഹോർ ദാറ്റ് ഹാസ് ബീൻ എൻജോയിങ് മൈ ഹസ്ബൻഡ്? നരകത്തിലേക്ക് പോകാൻ റെഡി ആയിക്കോളൂ, കാരണം അങ്ങനെ എന്നാണ് ആള് പറഞ്ഞത്. ഈ സൈക്കോപാത്തിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല എന്ന് കണ്ട ടാലിയ ഒരു കാര്യം പറയും. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റി വെച്ചോട്ടെ എന്നെ കത്തിക്കുന്നതിന് മുൻപ്, കാരണം നല്ല ക്ലോത്ത്സ് ആണല്ലോ, ഐ ഡോണ്ട് വാണ്ട് ടു റൂയിൻ ദം. ആ ഡ്രസ്സ് തനിക്ക് സ്വന്തമായിട്ട് എടുക്കാലോ എന്ന പ്ലാനിലാണ് ആ ക്വീൻ ഇതിന് സമ്മതിച്ചത്. എന്തായാലും ടാലിയയ്ക്ക് ലക്കായി. അവള് പതിയെ അൺഡ്രസ് ചെയ്യാൻ തുടങ്ങി. ആ പതിയെ അൺഡ്രസ് ചെയ്യുന്ന ടൈമിൽ ഇവൾ ഉറക്കി കരയും, ഷൗട്ട് ചെയ്ത് കരയാൻ തുടങ്ങും. അപ്പോൾ വില്ലയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്ന രാജാവ് ഇവളുടെ കരച്ചിൽ കേട്ട് നേരെ അതിനകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് നേക്കഡായി നിൽക്കുന്ന ടാലിയ ആ രാജാവിന്റെ വൈഫിനെ ഫേസ് ചെയ്തു നിൽക്കുന്നു. അങ്ങനെ കാര്യം എന്താണെന്ന് ഈ ക്വീനിനോട് ചോദിക്കുമ്പോൾ ഇവൾ സംഭവം പറയും, നിന്റെ മക്കളെയാണ് ഞാൻ നിന്നെ ഫീഡ് ചെയ്തത്, ഇവളെയും ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറയും. അപ്പോൾ ഈ രാജാവിന് ദേഷ്യം വന്നിട്ട് ടാലിയനെ നീക്കി നിർത്തിയിട്ട് സെക്രട്ടറിയെയും കുക്കിനെയും ഈ ക്വീനിനെയും കത്തിച്ച് കളയാനുള്ള ഓർഡർ ഇടും. ക്വീനിനെയും സെക്രട്ടറിയെയും കത്തിച്ച് കളയും. പക്ഷെ കുക്കിനെ ടേൺ എത്തുമ്പോൾ ആള് പറയും താൻ ഇന്നസെന്റ് ആണ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്ന്. അങ്ങനെ രാജാവ് ആ നല്ലവനായ കുക്കിന് ഒരുപാട് പൈസയൊക്കെ കൊടുക്കും. എന്നിട്ട് ഈ സൺ, മൂൺ, ടാലിയ ഈ രാജാവ് അവരുടെ കൊട്ടാരത്തിൽ ഹാപ്പിയായി ജീവിക്കും. ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദിസ് സ്റ്റോറി. ഒന്നാമത് ഹി റേപ്ഡ്, രണ്ടാമത് ഹി ചീറ്റഡ് ഓൺ ഹിസ് വൈഫ്, മൂന്നാമത് ഹി കിൽഡ് ഹിസ് ഓൺ വൈഫ്. I don't find anything beautiful here. I don't find no love in this story. So messed up. പക്ഷേ നിങ്ങൾ ആരും പക്ഷേ മകളെ കുറിച്ച് ആരാ
അങ്ങനെ കാട്ടിലെ ജീവികളുടെ ഒപ്പമൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കും. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഇവർ അറോറേനെ ശ്രദ്ധ കൊടുക്കില്ല. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഇവർ അറോറൻ്റെ മേത്തുനിന്ന് കണ്ണ് വെട്ടും. വർഷങ്ങൾക്ക് ശേഷം സ്ലീപ്പിംഗ് ബ്യൂട്ടി അവളുടെ നമ്മൾ അരിയൊക്കെ അരിയൊക്കെ ഇടിക്കില്ലേ, അതുപോലെ ഇടിക്കല്ല, ആ ഫ്ലാക്സ് വെച്ച് എന്തോ ചെയ്യും. ഇതാണ് ആ വെപ്പൺ അല്ലല്ലോ, അതാണ് ആ ടൂള്. സ്ലീപ്പിംഗ് ബ്യൂട്ടി എഴുന്നേൽക്കാത്തത്. ഈ സൈക്കോപാത്തിൻ്റെ